ബനൂ ഇസ്രായേലിൽ 2-3 ആളുണ്ടായിരുന്നു. ഒരാളൊരു വെള്ളപ്പാണ്ടുകാരനാണ്, മറ്റൊരാളൊരു കഷണ്ടിക്കാരനാണ്, മൂന്നാമതൊരാള് കണ്ണ് കാണാത്ത ആളാണ്, അന്ധനാണ്. ഇങ്ങനെ 3 ആളുകൾ ഉണ്ടായിരുന്നു. അവരൊന്ന് പരീക്ഷിക്കാന്ന് അള്ളാഹു തീരുമാനിച്ചു. അള്ളാഹു തീരുമാനിച്ചപ്പോ ഒരു ദിവസം ഒരു മലക്കിനെ അങ്ങോട്ട് പറഞ്ഞയച്ചു. ആദ്യം അതാ വെള്ളപ്പാണ്ടുകാരന്റെ വീട്ടിലേക്ക് കയറിച്ചു. ഈ മലക്ക് കയറിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അയ്യ ഷെയ്ഖിൻ അഹബ്ബുയിലേക്ക്, നിങ്ങൾക്ക് എന്താ ഏറ്റവും ഇഷ്ടം ചോദിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം സ്വാഭാവികമായിട്ടും പറഞ്ഞു, ലൗനുൻ ഹസനുൻ വജിൽദുൻ ഹസനുൻ, നല്ല നിറം എനിക്ക് വേണം, നല്ല തൊലി എന്റെ ശരീരത്തിൽ വേണം. വെള്ളപ്പാണ്ടുകാരതാണല്ലോ ആഗ്രഹിക്കുക സ്വാഭാവികമായിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മുസീബത്തുകളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, വന്ന ആളോട്, മനുഷ്യരൂപത്തിൽ വന്ന ഈ മലക്കിനോട് പറഞ്ഞു, എനിക്ക് നല്ല ചർമ്മം വേണം, നല്ല കാന്തിയുള്ള ചർമ്മം വേണം, നല്ല തൊലി നിറം വേണം. അപ്പോ ഈ മലക്ക് അദ്ദേഹത്തെ ഒന്നിങ്ങനെ തലോടിയ സമയത്ത് സുബ്ഹാനല്ലാഹ് അദ്ദേഹത്തിന് നല്ല തൊലികളൊക്കെ വന്നു, ശരീരത്തിൽ നല്ല തൊലികളൊക്കെ വന്നു ചേർന്നു. ശേഷം അദ്ദേഹത്തോട് ചോദിച്ചു, അയ്യ മാലിൻ അഹബ്ബുയിലൈക, നിങ്ങൾക്ക് ഏത് സമ്പത്തായി, സമ്പത്തിൽ എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? അദ്ദേഹം പറഞ്ഞു, എനിക്ക് നല്ല ഒട്ടകമാണ് ഇഷ്ടം. ഇതിൽ ഒട്ടക ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ, ഒട്ടകം എന്ന് പറഞ്ഞാൽ അന്നത്തെ ആളുകൾ ഒട്ടകത്തിനൊക്കെ വലിയ വിലയാണ്. ഒട്ടകത്തിന്റെ വിലയൊക്കെ ഇവിടുത്തെ ഗൾഫുകാരോട് ചോദിച്ചാൽ അറിയാം, വലിയ വില പിടിപ്പുള്ള സാധനമാണ് ഒട്ടകം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒട്ടകമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമ്പത്ത്. അപ്പം ഈ മലക്ക് അദ്ദേഹത്തിന് നല്ല ഒരു ഒട്ടകത്തെ സമ്മാനിച്ചു. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോന്നു. ഒരു പെണ്ണൊട്ടകത്തെ സമ്മാനിച്ചു. അയാൾ തിരിച്ചു പോന്നു. ആ മലക്ക് തിരിച്ചു പോന്നു. അങ്ങനെ രണ്ടാമത് അദ്ദേഹം കഷണ്ടിക്കാരന്റെ അടുക്കലേക്ക് ചെന്നു. കഷണ്ടിക്കാരന്റെ അടുത്ത് ചെന്നപ്പോൾ ചോദിച്ചു, അയ്യു ഷെയ്ഖിൻ അഹബ്ബുയിലൈക, സെയിം ചോദ്യമാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഏറ്റവും ഇഷ്ടം? അദ്ദേഹം സ്വാഭാവികമായിട്ട് എന്തായിരിക്കും പറയാ, എനിക്ക് നല്ല മുടി വേണം, തലയിൽ നല്ല മുടിയൊക്കെ വളർന്നു വരാം, വലിയ ആഗ്രഹമുണ്ട്. അപ്പോ ആ മലക്ക് അദ്ദേഹത്തിന്റെ തലയിൽ ഇങ്ങനെ തടവി കൊടുത്തു. തടവിയപ്പോ അദ്ദേഹത്തിന്റെ തലയിലുടനെ നല്ല ഇടതൂർന്ന മുടികൾ ഇങ്ങനെ വളർന്നു വന്നു. ശേഷം അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് സമ്പത്തിൽ എന്താ ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പശുവിനോടാ ഇഷ്ടം, നല്ല പശു. അപ്പോ ഈ മലക്ക് അദ്ദേഹത്തിന് ഒരു പശുവിനെ സമ്മാനിച്ചു. ഒരു പശുവിനെ സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോന്നു. മൂന്നാമത് ഇദ്ദേഹം ഈ അന്ധന്റെ വീട്ടിലേക്ക് കയറി ചെന്നു. അന്ധന്റെ അടുക്കലെത്തിയപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, അയ്യു ഷെയ്ഖിൻ അഹബ്ബുയിലൈക, നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഇഷ്ടം? നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചു. അപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, അയ്യറുദ്ദ ബസരി, അയ്യറുദ്ദ ഇലയ്യ ബസരി വഉബ്സിറ ബിഹന്നാസ്, എനിക്ക് എന്റെ കണ്ണുകൾ തിരിച്ചു കിട്ടണം, എനിക്ക് മനുഷ്യന്മാരൊക്കെ ഒന്ന് കാണാൻ നല്ല പൂതിയുണ്ട്, എന്റെ കണ്ണിന്റെ കാഴ്ച ഒന്ന് തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹത്തിന്റെ കണ്ണിനൊന്ന് തടവിക്കൊടുത്തു. കടന്നു വന്ന മലക്ക് അദ്ദേഹത്തിന്റെ കണ്ണിന് ഉടനെ കാഴ്ച ശക്തി തിരിച്ചു ലഭിക്കുകയും ചെയ്തു. ശേഷം അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് സമ്പത്തിൽ എന്തിനോടാ ഇഷ്ടം ചോദിച്ചു. നേരത്തെ ചോദിച്ച പോലത്തെ ചോദ്യം തന്നെ. അപ്പൊ അന്ധനായ മനുഷ്യൻ, അന്ധനല്ല, ഇപ്പൊ കണ്ണിന് കാഴ്ചകളാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് ആടിനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം നല്ലൊരു ആടിനെ കൊടുത്തു. ഇപ്പൊ ചുരുക്കി പറഞ്ഞ ഈ 3 ആൾക്കും ആ വന്ന മലക്ക് ഓരോ സാധനത്തെ സമ്മാനിച്ചിട്ടുണ്ട്. അവരുടെ രോഗവും മാറ്റിക്കൊടുത്തു. അവർക്ക് സമ്പത്തിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു സാധനത്തെ അവർക്ക് മലക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം ആദ്യം ഒട്ടകം കിട്ടിയ ആൾക്കും പശുവിനെ കിട്ടിയ ആൾക്കും ആടിനെ കിട്ടിയ ആൾക്കും എല്ലാവർക്കും അതിൽ നിന്നൊക്കെ വീണ്ടും വീണ്ടും കുട്ടികൾ ഉണ്ടായി. അങ്ങനെ ഒരുപാട് ഒട്ടകങ്ങളും പശുക്കളും ആടുകളും ഒക്കെ സമൃദ്ധമായി അവർക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നു. കാലം ഒരുപാട് മുന്നോട്ട് പോയപ്പോൾ ഒരിക്കൽ ഈ മലക്ക് തന്നെ ഇവരുടെ അടുക്കലേക്ക് വീണ്ടും വരികയാണ്. ആദ്യത്തെ ആളുടെ അടുക്കലേക്ക് മലക്ക് വരുന്നു. ആദ്യത്തെ ആളുടെ അടുക്കലേക്ക്, വെള്ളപ്പാണ്ടുകാരന്റെ അടുക്കലേക്ക് ഈ മലക്ക് വരുന്നത് ഒരു വെള്ളപ്പാണ്ടുകാരന്റെ രൂപത്തിലാണ്. എന്നിട്ട് ഈ മനുഷ്യനോട് ചോദിക്കുന്നു, അല്ലയോ മനുഷ്യ, ഞാൻ വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്, ഞാൻ എന്റെ യാത്രാ സാമഗ്രികളും എന്റെ വാഹനവും ഒക്കെ നഷ്ടപ്പെട്ടു പോയ ആളാണ്.
ഞാൻ വല്ലാതെ പ്രയാസത്തിലാണ്. ഈ കാണുന്ന ഒട്ടകങ്ങളൊക്കെ നിങ്ങളുടെ സമ്പത്തല്ലേ, അതിൽ നിന്ന് ഒരൊട്ടകത്തെ എനിക്ക് തരുമോ? എനിക്കെന്റെ യാത്ര തുടർന്നു പോകാൻ എന്റെ കയ്യിലൊന്നും വാഹനമില്ല, എനിക്ക് നിങ്ങളൊരു ഒട്ടകം തരുമോ? സുബ്ഹാനല്ലാഹ്, ഈ മനുഷ്യൻ പറയുന്ന മറുപടി എന്താണ്? നിങ്ങൾക്ക് തരാൻ മാത്രം ഒട്ടകമൊന്നും എന്റെ കയ്യിലില്ല, എനിക്ക് സാമ്പത്തികമായി ഒരുപാട് ബാധ്യതകൾ തീർക്കാനുണ്ട്, എനിക്കൊരുപാട് പ്രശ്നങ്ങൾ എന്റെ പക്കൽ തന്നെയുണ്ട്, ഇതിൽ നിന്നും നിങ്ങൾക്ക് തരാനൊന്നും എന്റെ പക്കലില്ല എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ ആ ആഗതനായ വേഷപ്രച്ഛന്നനായി വന്ന മലക്കിനെ തിരിച്ചുവിടുകയാണ്. മടങ്ങുന്ന വേളയിൽ ഈ മനുഷ്യനോട് തിരിഞ്ഞു നിന്നിട്ട് മലക്ക് പറയുന്നുണ്ട്, നിങ്ങളെങ്ങാനും പറയുന്നത് കളവാണെങ്കിൽ അള്ളാഹു നിങ്ങളെ പൂർവസ്ഥിതിയിലേക്കാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മലക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. രണ്ടാമത് നേരത്തെ പോയ ആ കഷണ്ടിക്കാരന്റെ അടുക്കലേക്കാണ് പോകുന്നത്. കഷണ്ടിക്കാരന്റെ അടുക്കൽ എത്തി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന് അന്ന് കൊടുത്ത ആ പശു, അതിന് വീണ്ടും കുട്ടികളുണ്ടായി, അങ്ങനെ ഒരുപാട് പശുക്കൾ അവിടെ ആകെ നിറഞ്ഞു കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നിട്ടും മലക്ക് ചോദിച്ചു, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു കഷണ്ടിക്കാരനായിട്ട് തന്നെയാണ് പോകുന്നത്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ വഴിയാത്രക്കാരനാണ്, പ്രയാസത്തിലാണ്, നിങ്ങളുടെ വക എനിക്കൊരു പശുവിനെ തരണം, എനിക്ക് യാത്രയിൽ കൊണ്ടുപോകാൻ ഒരു പശുവിനെ നിങ്ങൾ തരുമോ? ആ മനുഷ്യനോട് ചോദിച്ചപ്പോഴും നേരത്തെയുള്ള ആള് കൊടുത്തതേ മറുപടിയാണ്, എനിക്കൊരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, എനിക്ക് തന്നെ ഒരുപാട് ബാധ്യതകളുണ്ട്, നിങ്ങൾക്ക് തരാൻ മാത്രമൊന്നും എന്റെ പക്കലില്ല. ആഗതനായി വേഷം മാറി വന്ന മനുഷ്യനെ ഇദ്ദേഹം വെറും കൈയോടെ മടക്കിവിടുന്നു. ആ മനുഷ്യനോടും പോകുന്ന വേളയിൽ ഇദ്ദേഹം തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, നിങ്ങളെങ്ങാനും പറയുന്നത് നുണയാണെങ്കിൽ, കളവാണെങ്കിൽ നിങ്ങളെ അള്ളാഹു പഴയ സ്ഥിതിയിലാക്കട്ടെ. മലക്കവിടുന്നും പോയി മൂന്നാമത് നേരത്തെ പോയ അന്ധനായ മനുഷ്യന്റെ അടുക്കലെത്തി. അന്ധന്റെ അടുക്കലെത്തിയപ്പോ കണ്ണു കാണാത്ത ഒരു പാവപ്പെട്ട മനുഷ്യനായിട്ടാണ് ഇദ്ദേഹം തപ്പിത്തടഞ്ഞ് അദ്ദേഹത്തിന്റെ വീട്ടുപടിക്കലേക്ക് എത്തുന്നത്. എന്നിട്ട് പറഞ്ഞു, അല്ലയോ മനുഷ്യ, ഞാൻ വളരെ പ്രയാസത്തിലാണ്, ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ്, എനിക്ക് നിങ്ങൾ എന്തെങ്കിലും തരുമോ? നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ സമൃദ്ധമായ ആ ആടുകളിൽ നിന്നും ഇദ്ദേഹത്തോട് പറഞ്ഞ്, എനിക്ക് ഇന്നാലുള്ള സമ്പത്തുകളൊക്കെയുണ്ട്, നിങ്ങൾക്കതിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിയുന്നതൊക്കെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് ഈ ആഗതനായ മനുഷ്യനോട് പറഞ്ഞു. വന്ന മനുഷ്യൻ ഇതൊന്നും വേണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിക്കാൻ വേണ്ടി വിട്ട ഒരു മലക്കാണ് അദ്ദേഹം. അദ്ദേഹം ഈ അന്ധനായ മനുഷ്യനോട് പറഞ്ഞു, എനിക്ക് നിന്റെ സമ്പത്തുകളൊന്നും വേണ്ട, നിശ്ചയമായും നിങ്ങളൊക്കെയും പരീക്ഷിക്കപ്പെട്ടതാണ്, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ തന്നെ എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അവിടെ നിന്ന് തിരിച്ചു പോരുന്നു. മലക്ക് തിരിച്ചു പോരുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തും പ്രതാപവും പത്രാസും മനുഷ്യന് നൽകുമ്പോ ഒരു വേള ഉന്നതങ്ങളിലേക്ക് എത്തി നല്ല രൂപത്തിൽ സുഖസൗകര്യത്തോടെ ജീവിക്കുമ്പോ പാവങ്ങളെ കാണുമ്പോ വല്ലാത്ത നീരാസമാണ്, പാവങ്ങളോട് വല്ലാത്ത അവജ്ഞയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ സമ്പത്തിലും നമ്മളുടെ എല്ലാ കാര്യത്തിലും അല്ലാഹു ബറക്കത്ത് ചെയ്തു തരട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അല്ലാഹു നമുക്ക് നൽകിയ എല്ലാ